ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കറിയാം എളിമയെന്ന പുണ്യം നമ്മുടെ ആധ്യാത്മിക ഭവനത്തിൻ്റെ അടിത്തറയിലെ ഓരോ കല്ലുകളെയും യോജിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ക്രിസ്തീയ എളിമയാണ്. എളിമയെന്ന പുണ്യമാണ്. എളിമപ്പെടൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. യേശുക്രിസ്തു എളിമ എന്ന പുണ്യം സ്വന്തം ജീവിതത്തിലും മരണത്തിലും പൂർണ്ണമായും സ്വീകരിക്കുകയും പരിശീലിക്കുകയും ചെയ്തു. കാരണം സത്രത്തിൽ സ്ഥലം കിട്ടാതെ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു. അവൻ കുഞ്ഞുനാൾ മുതലേ പീഡനങ്ങൾ സഹിച്ചു. ഹെരോദേസിൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വളരെ ദരിദ്രരും മറ്റുള്ളവരാൽ ഒട്ടും ആദരിക്കപ്പെടാത്തവരുമായിരുന്ന മറിയത്തെയും മരപ്പണിക്കാരനായിരുന്ന യൗസേപ്പിനെയും അനുസരിച്ച് ജീവിതം നയിച്ചു. അവൻ സ്നേഹിക്കുകയും തന്നിൽ നിന്നും വളരെ അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിച്ച മനുഷ്യരിൽ നിന്നും പീഡനങ്ങളും ഏഷണികളും അടികളും പകയും അസൂയയും വിശപ്പും ദാഹവും അലഞ്ഞുതിരിയലും അധ്വാനങ്ങളും സഹിച്ചു. അവർ അവനെ ഭക്ഷണപ്രിയനെന്നും വീഞ്ഞുകുടിയനെന്നും ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരനെന്നും വിളിച്ചു. അവനെ പിടികൂടാനും കല്ലെറിയാനും അവർ പരിശ്രമിച്ചു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവനെ പുറത്താക്കുകയും വിധിക്കുകയും അവസാനം ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. അവനെ പിടിക്കുകയും ബന്ധിക്കുകയും അന്യായമായി കുറ്റം വിധിക്കുകയും അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മറ്റു പലതരത്തിൽ പീഡിപ്പിക്കുകയും ഒരു പരിഹാസ രാജാവായി ചുമന്ന വസ്ത്രം ധരിപ്പിക്കുകയും അവനെ പരിഹാസത്തിൻ്റെ രക്തസാക്ഷിത്വത്തിനായി കയ്യിലൊരു ഞാങ്ങണയും തലയിൽ ഒരു മുൾക്കിരീടവും വെച്ചു കൊടുക്കുകയും ചെയ്തു. അതിക്രൂരമായി ചമ്മട്ടിയടി ഏറ്റിട്ടും ശരീരം മുഴുവൻ വലിച്ചു കീറപ്പെട്ടിട്ടും ഒരു കുറ്റവാളിയെപ്പോലെ വിധിക്കപ്പെട്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അവനെ അവർ മരണത്തിലേക്ക് നയിച്ചു. ക്ഷീണിച്ചവശനായി കുരിശിൻ്റെ അമിതഭാരത്താൽ ഞെരുങ്ങപ്പെട്ട് രണ്ട് കള്ളന്മാർക്കിടയിൽ അവനെ അവർ കുരിശിൽ തറച്ചു. മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരുവനെ പോലെ അങ്ങേയറ്റം വേദന നിറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുമ്പോൾ അവർ അവനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. അവൻ ദാഹിച്ച് വിവശനായി കുറച്ച് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവർ അവന് വിനാഗിരിയും കൈപ്പേറിയ വീഞ്ഞുമാണ് കൊടുത്തത്. അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുത്തു. അവനോടൊത്തുണ്ടായിരുന്ന ഒരു കള്ളൻ പോലും അവനെ നിന്ദിച്ച് സംസാരിച്ചു. ഒരുപാട് പീഡാസഹനങ്ങളുടെയും വേദനകളുടെയും ഒടുവിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് അവൻ ജീവൻ വെടിഞ്ഞു. അതിനുശേഷം അവൻ്റെ ഹൃദയം അവർ കുത്തിത്തുറന്നു. മരണത്തിന് ശേഷമുള്ള എളിമപ്പെടുത്തൽ പിന്നീട് നഗ്നനായ ഈശോയെ കുരിശിൽ നിന്നും ഇറക്കി വെറും നിലത്ത് കിടത്തി. അവന് സ്വന്തമായി ഒരു കല്ലറ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു നല്ല മനുഷ്യൻ്റെ ഔദാര്യത്തിൽ അവൻ്റെ കല്ലറയിൽ അവിടുത്തെ കിടത്തി. അവനെ വഞ്ചകനെന്ന് വിളിക്കുന്നവരും അവൻ്റെ ഉദ്ധാനത്തെ നിഷേധിക്കുന്നവരും അവൻ്റെ പേര് പറയുന്നവരെ പീഡിപ്പിക്കുന്നവരും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അവർ ആഗ്രഹിച്ചത് അവൻ്റെ പ്രശസ്തിയും പേരും ഓർമ്മയുമെല്ലാം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാനാണ്. ജീവിതത്തിലും മരണത്തിലും മരണത്തിന് ശേഷവും യേശു അവഗണനയും ലജ്ജയും എളിമപ്പെടുത്തലുമാണ് കണ്ടെത്തിയത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് എളിമയെന്ന പുണ്യം അഭ്യസിക്കാം, സ്വന്തമാക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. ആമേൻ.